വർഷം 1962. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് വെറും 15 വർഷം മാത്രമായപ്പോൾ നമ്മുടെ അയൽ രാജ്യമായ ചൈന അതിർത്തിയിൽ യുദ്ധത്തിനൊരുങ്ങി. ആധുനിക ആയുധങ്ങളുടെ അഭാവവും സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള MiG-21 വിമാനങ്ങൾ ലഭിക്കുന്നതിലുമുണ്ടായ കാലതാമസവും ഭാരതത്തിന്റെ നീക്കങ്ങൾ ദുഷ്കരമാക്കി. യുദ്ധത്തിൽ നിരവധി ധീര ജവാന്മാർ വീരമൃത്യു വരിച്ചെങ്കിലും ഭാരതത്തിന് 38,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി നഷ്ടപ്പെട്ടു. രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവവും തന്ത്രപരമായ പിഴവുകളുമാണ് അന്ന് ഭാരതത്തിന്റെ പരാജയത്തിന് കാരണമായതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം 1987 അമേരിക്ക പാകിസ്ഥാന് E-3A അവാക്സ് എന്ന പോർവിമാനം നൽകുവാൻ പദ്ധതിയിട്ടപ്പോൾ ഭാരതത്തിന് സോവിയറ്റ് യൂണിയന്റെ A-50U അവാക്സിനായി കാത്തിരിക്കേണ്ടി വന്നു. 1998 പൊക്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം ഭാരതത്തിനു മേൽ 10ലധികം രാജ്യങ്ങൾ സൈനിക ഉപരോധം ഏർപ്പെടുത്തി. ഇത് 1999 കാർഗിൽ യുദ്ധസമയത്ത് നമ്മളെ കാര്യമായി ബാധിച്ചു. സീ കിങ് ഹെലികോപ്റ്ററുകൾ, ഹോക്ക് ജെറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളിൽ വലിയ പ്രതിസന്ധിയുണ്ടായി. പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയാണ് നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുവാനുള്ള ഏക മാർഗമെന്ന് ഈ വെല്ലുവിളികൾ ഭാരതത്തെ പഠിപ്പിച്ചു. അങ്ങനെ രാജ്യം സ്വന്തം നിലയ്ക്ക് സംരക്ഷണ കവചം തീർക്കുവാൻ തുടങ്ങി. ഇന്ന് തദ്ദേശീയമായി നിരവധി യുദ്ധ സാമഗ്രികൾ നിർമ്മിച്ച് മുന്നേറുന്നു. അതിലൊന്നാണ് ആകാശ് തീർ. ആധുനിക യുദ്ധതന്ത്രങ്ങൾ ഭാരതത്തിന് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമ്പോൾ വ്യോമാക്രമണ സാധ്യത വളരെ കൂടുതലാണ്. ശത്രുക്കളുടെ ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവ നമ്മുടെ അതിർത്തികൾക്ക് വൻ ഭീഷണിയാവുകയാണ്. ആദ്യകാലത്ത് വിദേശ GPS റഡാർ സംവിധാനങ്ങളെ ആശ്രയിച്ചത് നമ്മളെ അവർ തന്ത്രപരമായ അപകടത്തിലാക്കി. എന്നാൽ തത്സമയം ഭീഷണികൾ കണ്ടെത്തുവാനും പിന്തുടരുവാനും ഇല്ലാതാക്കുവാനും ഇന്ന് ആകാശ് തീർ വഴി സാധ്യമാകുന്നു. विश्व में जो युद्ध है और खासकर वायु युद्ध, उसकी जो तरीके हैं, उसके प्रकार हैं, बहुत ज़मीन आसमान का उसमें अंतर आ गया है. जो वायुयान हैं या ड्रोन्स हैं, नए खतरे उभर के आ गए थे ड्रोन के रूप में. उसमें स्टेल्थ टेक्नोलॉजी भी है और वो बहुत दूर से हमला करने में सक्षम होते हैं. तो हमें आवश्यकता पड़ी एक ऐसी बड़ी प्रणाली की जो इन तमाम प्रणालियों को जोड़ सके, और इसको जोड़ करके बनाया हमने आकाश तीर. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ നിർമ്മിച്ച ആകാശ് തീർ ഇന്ത്യയുടെ സാങ്കേതിക ശക്തിയുടെ പ്രതീകമാണ്. അതുപോലെ സമീപ വർഷങ്ങളിൽ മോദി സർക്കാർ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം 2023 മാർച്ചിൽ ഭാരത് ഇലക്ട്രോണിക്സ്, DRDO, ISRO എന്നിവയുമായി സഹകരിച്ച് 1982 കോടി രൂപയുടെ ഒരു പ്രതിരോധ പദ്ധതി ആരംഭിച്ചു. ഈ സംവിധാനം ഭാരതീയ കരസേന, വ്യോമസേനയുടെ IACCS, നാവികസേനയുടെ ത്രികൂൺ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ സംയോജിപ്പിച്ച് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധത്തിന്റെ സമഗ്രമായ ഒരു ചിത്രം നൽകുന്നു. तो ये जो काउंटर ड्रोन सिस्टम है, ये तो एंटायरली प्राइवेटली डेवलप्ड है. तो आप देख लीजिए कि मेक इन इंडिया क्या कर पा रहा है. തദ്ദേശീയമായി നിർമ്മിച്ച നാവിക് നാവിഗേഷൻ സംവിധാനത്തിന്റെയും നൂതന AI-യുടെയും സഹായത്തോടെ ആകാശ് തീർ യുദ്ധഭൂമിയിൽ തത്സമയ വിവരങ്ങൾ നൽകുകയും വേഗതയോടുകൂടി കൃത്യതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. पर मिलिट्री AI में क्या होता है कि सब कुछ एकदम प्रिसाइज इनपुट होता है, वो सीखता है करेक्ट टाइप से. सो इट इज़ अ फेयरली इंपॉर्टेंट जो AI हमने इस्तेमाल किया है, इट इज़ क्रूशियल इन ऑलमोस्ट एवरीथिंग वी यूज्ड. इसी प्रकार आकाश तीर अनेकों प्रकार के सेंसर्स, यानी जो एक तरह से ज्ञानेंद्रियां हैं सेना के लिए, जो दूर दूर तक निगाह रखती हैं कि कोई खतरा तो नहीं है, और है तो क्या है, कैसा है, उनके द्वारा लाई गई सूचनाओं को कंप्यूटर के माध्यम से आर्टिफिशियल इंटेलिजेंस का प्रयोग करते हुए वो निर्णय लेता है अब क्या एक्शन लेना है. छोटा मिसाइल छोड़ना है या बड़ा मिसाइल छोड़ना है, या अपने वायुयानों को भेजना है, या हमें तोपों का इस्तेमाल करना है. अगर एक प्लेन आके आप पे गिरने वाला है तो आप उसको दूर से देख सकते हैं. आपके पास बहुत टाइम है छिपने के लिए, भागने के लिए, कुछ करने के लिए. ड्रोन का ये प्रॉब्लम होता है कि रेडार पे उसको डिटेक्ट करना बहुत मुश्किल होता है, क्योंकि वो इतना लो फ्लाई कर रहा है. और फिर आके आपके पास रिएक्शन टाइम ही क्या 10-15, मैक्सिमम 10-15 सेकेंड होंगे. तो आप देख लीजिए एक ड्रोन को उड़ाने में कितना आपको टेक्नोलॉजी प्रोग्रेस करना पड़ रहा है कि आप डिटेक्ट कर पा रहे हैं कि क्या 200-300 फीट पे उड़ रहा है.
क्या वो 5 से लेके 15 सेकंड के अंदर आपका रिएक्शन टाइम जो है उसके अंदर आप उसको गिरा पा रहे हो? सो वी आर एबल टू डू दैट। हमने किया है, किया भी नहीं है, पूरी दुनिया को साबित करके दिखाया है। आज ज़माना वो आ गया है कि आपका ड्रोन्स जो है सैकड़ों की तादाद में हमले करने आते हैं, तो हमें 1 2 3 नहीं, हमें कहीं एक साथ सभी प्रकार के खतरों से निपटना होगा। और इसीलिए हमने आकाश तीर प्रणाली में भी इस चीज़ का ध्यान रखा है। आपका जो सिस्टम बनाया हमने, वो सिस्टम 50 टारगेट को हैंडल करने के लिए बनाया है। अब अगर 100 टारगेट आएंगे तो क्या होगा? ऐसा हम देख रहे हैं पिछले कुछ वर्षों में जो लंबे समय से युद्ध चलते आ रहे हैं, वहाँ पे अक्सर ऐसा हुआ है कि रक्षा प्रणालियाँ वो फेल हो गई। हमने उस चीज़ से पहले ही सबक सीखा है और हमने वो क्षमताएं, और इसको बनाने के लिए क्या करना पड़ा हमें कि उसका जो हार्डवेयर है वो भी अलग अलग टारगेट को अलग अलग समय में एक साथ हैंडल करने के लिए सक्षम हो। लेकिन उससे भी बड़ी बात कि जो सॉफ्टवेयर बनाया है और जो कंप्यूटर सिस्टम बनाए हैं बेहद उन्नत किस्म के हैं। ये एक साथ बहुत सारे टारगेट को हैंडल करके उनको क्लासिफाई करके, और कमांड सेंटर जो है वहाँ पे भी जाते रहेंगे, और इसका कमांड कंट्रोल सिस्टम भी डिस्ट्रीब्यूटेड है, यानी विस्तृत है। तो इसलिए आकाश तीर के कवच को भेद पाना लगभग नामुमकिन है। ആകാശ് തീർ ഭാരതത്തിന് തന്ത്രപരമായ സ്വാതന്ത്ര്യം നൽകി. ആധുനിക യുദ്ധത്തിന്റെ വേഗതയ്ക്ക് ഈ സംവിധാനം വളരെ അനിവാര്യമാണ്. ആധുനിക യുദ്ധമുഖത്ത് ഈ ഭാരതത്തെ മുൻപന്തിയിൽ നിർത്തുന്നതോടൊപ്പം യുവതലമുറയ്ക്കിടയിൽ ഭാരതത്തിന് പ്രചോദനാത്മകമായ ഒരു ചിത്രം നൽകി. पहले हम ना बहुत सारे वेपन्स खरीद रहे थे, पर वो खरीदने के बाद भी ना हमको उनको कैसे एकजुट होके इस्तेमाल करना हम सीख नहीं पा रहे थे, या समझ तो रहे थे पर उसका कोई सोल्यूशन नहीं निकाल पा रहे थे। ये उस टाइप का चीज़ है जो आपको जब चीज़ें इनकम्पैटिबल होती है उसको वो कंपैटिबल कर देता है। दैट इज़ व्हाट एन आकाश तीर डज। Is it cumbersome? Is it heavy? Is it complicated? Yes. But is it necessary? Yes. ഭാരതം എപ്പോഴും സമാധാനത്തിൻ്റെ പാതയാണ് പിന്തുടരുന്നതെങ്കിലും ആഭ്യന്തര സുരക്ഷയ്ക്കായി പ്രതിരോധ രംഗത്ത് സ്വയം ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഭീകരാക്രമണങ്ങളെ നിശബ്ദമായി സഹിക്കില്ലെന്നും കൃത്യമായ യുദ്ധതന്ത്രങ്ങളിലൂടെയും സാങ്കേതിക ശക്തികളിലൂടെയും ശക്തമായ മറുപടി നൽകുമെന്നും ഇന്നത്തെ ഭാരതം ലോകത്തോട് പറയുന്നു. भारत का यहाँ तक सवाल है, हमारे उद्योग विकसित नहीं थे और हमारे ऊपर प्रतिबंध लगा दिए गए थे। और आज क्योंकि माननीय प्रधानमंत्री जी के नेतृत्व में अब रक्षा क्षेत्र में भी निजी कंपनियों को, निजी उद्योगों को बढ़ावा दिया जा रहा है, स्टार्टअप्स लगाए जा रहे हैं, तो आज के डेट में हम बहुत महत्वपूर्ण योगदान DRDO का तो है ही उसको विकास करने में, लेकिन उसके बाद जब बात आती है उद्योगों के उसको उत्पादन करने की, तो हमारे निजी क्षेत्र के उद्योग और हमारे सरकारी क्षेत्र के उद्योग दोनों का बहुत महत्वपूर्ण योगदान है आकाश तीर को बनाने में. ഇന്ന് DRDO, ISRO, ഭാരത് ഇലക്ട്രോണിക്സ്, സ്വകാര്യ മേഖല എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ്. തുർക്കി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രോൺ ഭീഷണികൾക്കിടയിൽ ആകാശ് തീർ ഇന്ത്യയുടെ അതിർത്തികളെ തകർക്കാനാകാത്ത വിധം സംരക്ഷിക്കുന്നു. ഇതാണ് ഡിജിറ്റൽ രംഗത്ത് വളരുന്ന നൂതന ആശയങ്ങളുടെയും സ്വയം പര്യാപ്തതയുടെയും കഥയെഴുതുന്ന പുതിയ ഭാരതം. പ്രതിരോധത്തിൽ മാത്രമല്ല നമ്മുടെ കരുത്തെന്ന് ഭാരതം ഓരോ നിമിഷവും ലോകത്തെ കാണിക്കുകയാണ്. ആഗോള ഭാവിയെ രൂപപ്പെടുത്തുന്നതിലും ഭാരതം ഏറെ മുന്നിലാണെന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞു.